वो खज़ाइन जो हजारों साल से मदफून थे, अब मैं देता हूँ अगर कोई मिले उम्मीदवार, कोई मिले उम्मीदवार। മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീ സാനി അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു രചിച്ച ദസ് ദലായിൽ ഹസ്തി ബാരി തആല അഥവാ ദൈവാസ്തിക്യത്തിനുള്ള 10 തെളിവുകൾ എന്ന ഗ്രന്ഥത്തെയാണ് ഇന്നത്തെ ഈ പരിപാടികൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ദർശനം അഥവാ കാഴ്ചയാണ് എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് നിരീശ്വരവാദികൾ അഥവാ ദൈവനിഷേധികൾ ദൈവമുണ്ടെങ്കിൽ കാണിച്ചു തരിക എന്നാവശ്യപ്പെടുന്നത്. ആത്മീയവും ഭൗതികവുമായ അറിവുകളാൽ സമ്പന്നനായ ഹദ്രത്ത് ഖലീഫത്തുൽ മസീ സാനി അൽ മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു 1913 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സുദൃഢമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവാസ്തിക്യത്തിനുള്ള 10 പ്രമാണങ്ങൾ അഥവാ തെളിവുകൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ മഹാത്മാവ് പറയുന്നു, നിരീശ്വരവാദികളുടെ ആദ്യ ചോദ്യം തന്നെ ദൈവം ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാലും അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്നാണ്. ഇതിന് മറുപടിയായി ഹുസൂർ തിരുമനസ് പറയുന്നു, മനുഷ്യൻ വ്യത്യസ്തമായ വസ്തുക്കളെ വിവിധങ്ങളായ രീതിയിലാണ് തിരിച്ചറിയുന്നത്. ചിലതിനെ കണ്ടുകൊണ്ട് തിരിച്ചറിയുന്നു, ചിലതിനെ സ്പർശിച്ചു നോക്കിയും, ചിലതിനെ മണത്തു നോക്കിയും, ചിലതിനെ കേട്ടുകൊണ്ടും, ചിലതിനെ രുചിച്ചു നോക്കിയുമാണ് തിരിച്ചറിയുന്നത്. കൂടാതെ മനുഷ്യ ശരീരത്തിൽ തന്നെ പല വസ്തുക്കളും കാണപ്പെടുന്നുണ്ട്. അവയെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും നമുക്ക് അവയെ അംഗീകരിക്കേണ്ടി വരുന്നു. കൂടാതെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വേറെയും വസ്തുക്കളുണ്ട്. ഉദാഹരണമായി മനുഷ്യൻ്റെ ഓർമ്മശക്തി, ബുദ്ധി, മനസ്സ്, അതേപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയവ. ഹുസൂർ തിരുമനസ് പറയുന്നു, സങ്കീർണമായ വസ്തുക്കൾ മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമാകുന്നു. അപ്പോൾ അതിസങ്കീർണമായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതിനായി ദൈവത്തെ കണ്ണുകൾ കൊണ്ട് ദർശിച്ചാൽ മാത്രമേ അംഗീകരിക്കുന്നു എന്ന് ശഠിക്കുന്നത് എത്രത്തോളം ബാലിശമാകുന്നു. ദൈവം ഉണ്ട് എന്നതിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറ്റൊരു ശക്തമായ തെളിവ് എല്ലാ സമുദായങ്ങളും മതങ്ങളും തമ്മിൽ അകൽച്ചയും പരസ്പരം ആശയ കൈമാറ്റങ്ങളില്ലായ്മയും ഉണ്ടായിട്ടുകൂടി ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന കാര്യത്തിൽ അവയെല്ലാം സമാഭിപ്രായക്കാരാകുന്നു. പിന്നീട് ഹുസൂർ തിരുമനസ് സൂറത്തുൽ അംബിയായിലെ 84 മുതൽ 87, അതുപോലെ 91 എന്നീ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്നും തെളിവുകൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, കാലാകാലങ്ങളായി ലോകത്ത് അവതരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരും സത്യാത്മാക്കളും ദൈവം ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് നൽകുന്നു. ഞങ്ങൾ അവനെ ദർശിച്ചിരിക്കുന്നു, അവനുമായി സംസാരിച്ചു എന്നവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്ന നാം എന്തുകൊണ്ട് സത്യാത്മാക്കളുടെ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല? അവരുടെ വ്യക്തിത്വം നമുക്ക് ദൈവാസ്തിക്യത്തിനുള്ള തെളിവുകളാണ് സമർപ്പിക്കുന്നത്. മൂന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്, മനുഷ്യൻ്റെ പ്രകൃതം സ്വയം അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് ഒരു തെളിവാകുന്നു എന്നതാണ്. കാരണം ചില തിന്മകളോട് മനുഷ്യപ്രകൃതം വളരെ ശക്തമായി അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. മാതാവ്, സഹോദരി, മകൾ എന്നിവരുമായുള്ള വ്യഭിചാരം, മലം, മൂത്രം പോലുള്ള മാലിന്യങ്ങൾ, കളവ് തുടങ്ങിയവയോട് ഒരു നിരീശ്വരവാദി പോലും അകൽച്ച കാണിക്കുന്നു. ചുരുക്കത്തിൽ നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിവ് സ്വയം ദൈവാസ്തിക്യത്തിനുള്ള ഒരു തെളിവാകുന്നു. അഥവാ ദൈവമില്ലായിരുന്നുവെങ്കിൽ ഒന്നിനെ നന്മയെന്നും
മറ്റൊന്നിനെ തിന്മയെന്നും എങ്ങനെയാണ് വിലയിരുത്തുക? എന്താണോ മനസ്സിൽ തോന്നുക അതല്ലേ ചെയ്യുക? ദൈവാസ്തിക്യത്തിനുള്ള നാലാമത്തെ തെളിവ് ഹുസൂർ തിരുമനസ് സൂറ നജമിലെ 43 മുതൽ 47 വരെയുള്ള വചനത്തിൽ നിന്നുമാണ് നൽകിയിരിക്കുന്നത്. ഹുസൂർ തിരുമനസ് പറയുന്നു, മനുഷ്യൻ്റെ ഘട്ടം ഘട്ടമായുള്ള പുരോഗതിയെ സംബന്ധിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ വസ്തുതകൾ സങ്കീർണമായി തീരുന്നു. അവസാനം ഒരു ഘട്ടത്തിലെത്തിച്ചേരുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വരുതിയിൽപ്പെട്ടതല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഭൗതിക അറിവുകൾ പറയുന്നതായിരിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഇലാ റബ്ബിക്കൽ മുൻതഹ, അതായത് എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ആ അവസാനം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അസ്തിത്വത്തിലാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുന്നതാണ്. അതുതന്നെയാണ് ദൈവം. അഞ്ചാമത്തെ തെളിവായി ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 2 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ പ്രപഞ്ചം ആകസ്മികമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്തയെ നിരാകരിക്കുന്നു. കാരണം ആകസ്മികമായി സൃഷ്ടിക്കപ്പെടുന്ന വസ്തുവിൽ പരസ്പര ബന്ധവും തുടർച്ചയും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒരു പരസ്പര ബന്ധവും സംവിധാനവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിവിധങ്ങളായ നിറങ്ങൾ ചേർന്നാണ് ഒരു ചിത്രമുണ്ടാകുന്നത്. എന്നാൽ വിവിധങ്ങളായ നിറങ്ങളെ ഒരു കടലാസിൽ വിതറിയാൽ അത് ചിത്രമായി തീരുമോ? ആറാമത്തെ തെളിവായി വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാകുന്നത്, നിഷേധികൾ എന്നും നിന്ദ്യരും പരാജിതരും ആയിത്തീരുന്നതാണ് എന്നതാണ്. ഇത് ഇവർ തെറ്റിലായിരുന്നു എന്നതിന് തെളിവാകുന്നു. കാരണം അള്ളാഹു എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വിജയം നൽകുന്നു. അവർ എപ്പോഴും തങ്ങളുടെ എതിരാളികൾക്ക് മേൽ വിജയം പ്രാപിക്കുന്നു. അഥവാ ദൈവമില്ലായെങ്കിൽ ഈ സഹായങ്ങളും പിന്തുണയും എവിടെ നിന്നാണ് ലഭിക്കുക? ദൈവാസ്തിക്യത്തിനുള്ള ഏഴാമത്തെ തെളിവ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ, അവനിൽ യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുന്നവർ എന്നും വിജയികളായിരിക്കും എന്നതാണ്. എതിർപ്പുകൾ ഉണ്ടായിരുന്നാൽ പോലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിപ്പിക്കുന്നവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടായിട്ടുള്ള തരത്തിലുള്ള എതിർപ്പ് മറ്റാർക്കും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ലോകത്തിന് അവർക്കെതിരിൽ എന്താണ് ചെയ്യാൻ സാധിച്ചത്? വിശുദ്ധ ഖുർആനിൽ നിന്നും ലഭിക്കുന്ന ദൈവാസ്തിക്യത്തിനുള്ള എട്ടാമത്തെ തെളിവ് അവൻ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നു എന്നതാണ്. ഇത് സംബന്ധമായി ഹുസൂർ തിരുമനസ് ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹൈദരാബാദ് ദക്കനിലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അബ്ദുൽ കരീമിന് വിഷബാധ ഏൽക്കുകയും കസോലിയുള്ള വിദഗ്ധനായ ഡോക്ടർ ഇനി അവൻ രക്ഷപ്പെടില്ല എന്ന് എഴുതി നൽകുകയുമുണ്ടായി. വിഷബാധ മൂർച്ഛിച്ചാൽ മരണം സുനിശ്ചിതമാണ് എന്നിരിക്കെ ആ മഹാത്മാവിൻ്റെ ദുആയുടെ ഫലമായി അബ്ദുൽ കരീമിൻ്റെ രോഗം ഭേദപ്പെടുകയുണ്ടായി. ദൈവാസ്തിക്യത്തിനുള്ള ഒൻപതാമത്തെ തെളിവായി ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു സൂറ ഇബ്രാഹീമിലെ 28-ാമത്തെ വചനമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രകാരം പറയുന്നു, ഐഹിക ജീവിതത്തിലും പരലോകത്തിലും വിശ്വസിച്ചവരെ നിലനിൽക്കുന്ന വചനം കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഈ വിനീതനുമായും അവൻ സംസാരിക്കുകയും തൻ്റെ അസ്തിത്വത്തിന് തെളിവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ദൈവാസ്തിക്യത്തിൻ്റെ 10-ാമത്തെ തെളിവായി സൂറ അൻകബൂത്തിലെ 70-ാമത്തെ വചനമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ അള്ളാഹു പറയുന്നു,
വല്ലദീന ജാഹദൂ ഫീന ലനഹദി അന്നഹും സുബുലന. അതായത് നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ തീർച്ചയായും നാം നമ്മുടെ മാർഗങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും. ആരെല്ലാം ഈ വചനത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം ഗുണങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അഥവാ ഒരു വ്യക്തി സത്യഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുകയും കുറഞ്ഞപക്ഷം 40 ദിവസത്തോളം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് രാജ്യക്കാരനായിക്കൊള്ളട്ടെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു തീർച്ചയായും അവന് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അവൻ്റെ മനസ്സിൽ നിന്ന് സംശയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് തൻ്റെ അസ്തിത്വം അള്ളാഹു അവൻ്റെ മനസ്സിൽ സ്ഥാപിക്കുന്നതായിരിക്കും. അവൻ്റെ മനസ്സിൽ നിന്ന് സംശയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് തൻ്റെ അസ്തിത്വം അള്ളാഹു അവൻ്റെ മനസ്സിൽ സ്ഥാപിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ചുരുക്കത്തിൽ ഈ ഒരു ഗ്രന്ഥം അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും അതിൽ വർധനവുണ്ടാക്കുവാനും വളരെയധികം ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാകുന്നു. തീർച്ചയായും അത് വായിക്കുന്നവർക്ക് അത് ഗുണപ്രദമായിരിക്കും. അള്ളാഹു നമുക്ക് ഈ ഗ്രന്ഥം ശരിയായ നിലയിൽ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിൻ്റെ ഗുണത്തെ അനുഭവിക്കുന്നതിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.